കാണാൻ പറ്റില്ലല്ലേ? കാണാം. Okay. Prayer. Prayer. ഞാൻ ചെല്ലാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Good afternoon, ma'am. Good afternoon, friends. Good afternoon. Thought of today. Thought of today. എന്താ ആരുമില്ലാത്തെ? ഞാൻ പറയാം മാം. The education of even a small child therefore does not aid preparing him for school but for life. Maria Montessori. Okay, very good. ടെസ്റ്റിന് എന്താണ് ഇത്ര സ്ട്രെങ്ത് കുറവ്? നമുക്ക് സെമിനാറുകളല്ലേ? അതെ മാം. ശരി, വരവ് നോക്കട്ടെ കേട്ടോ. ആര്യയുടെ മാറിയോ? സുഖായോ? മാറി വരുന്നു. വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല, കുഞ്ഞിനെ ഒന്നും എടുക്കുന്നില്ല. ബാക്കിയൊക്കെ ഏകദേശം ഒക്കെ ഓക്കെ ആയി വരുന്നു. ശരി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടിക്കല്? നന്നായിരുന്നു മാം. എല്ലാം പരിചയപ്പെടാൻ പറ്റി, പിന്നെ മാമിനെയൊക്കെ കാണാൻ പറ്റി. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് ഉണ്ടാക്കി വെക്കണതിനേക്കാൾ കൂടുതൽ നമ്മള് നേരിട്ട് വന്ന് കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. ഇന്ന സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മള് പിക്ചേഴ്സിലൂടെ മാത്രമല്ല കൂടുതലും കണ്ടുള്ളൂ. അപ്പൊ നേരിട്ട് കണ്ടപ്പോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട്. എന്താ മാം? ഇങ്ങനെ ക്യാമറയിൽ കാണുന്ന പോലെ ഞങ്ങളെ കാണാൻ. അതെ അതെ, നല്ല വ്യത്യാസമുണ്ട് മാം. ഒന്നും കൂടെ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്യാമറയൊക്കെ കൂടുതൽ ഇഷ്ടമായത് മാമിനെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ്. അതുപോലെ നമ്മുടെ അശ്വതി മാം ഒക്കെ നല്ല വ്യത്യാസം തോന്നി, അശ്വതി മാമിനെയൊക്കെ. എനിക്ക് തോന്നിയതേ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോ തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നുന്നു ആദ്യം കണ്ടപ്പോ ഒരു വണ്ടർ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ഹോട്ടലിൽ കയറിയപ്പോ കണ്ടല്ലോ എല്ലാവരെയൊക്കെ രണ്ടാമതാണ്. അതെ അതെ അതെ. അപ്പൊ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ തോന്നിയ ഫീലിംഗ് എന്ന് പറയുന്നത്,
ഭയങ്കര സന്തോഷമാണ്. അതിനപ്പുറം നമ്മള് നമ്മുടെ ആന്റണിയിലെ കസിൻസിന്റെ കല്യാണത്തിന് പോയത്. അപ്പൊ കസിൻസ് എല്ലാവരും കൂടി കൂടുമ്പോ കാണുമ്പോ ഉള്ള ഒരു സംസാരമുണ്ട് സത്യമായിട്ടും. അതേപോലെ ഒരു പരിചയക്കുറവോ ഒന്നുമില്ല. ഭയങ്കര സ്നേഹമായിട്ട് കസിൻസ്. എനിക്ക് എന്റെ ചേച്ചിമാരെ കണ്ട പോലെ തോന്നിയത് സത്യമായിട്ടും. അതേ ഒരു ഫീലിംഗ് എല്ലാവരും. സംഗീതമായിട്ടും വനജ ടീച്ചർ ആണെങ്കിലും എല്ലാവരും അതെ. പേരുകൾ ഞാൻ മറന്നുപോയി, ഫേസ് എല്ലാവരും ഓർമ്മയുണ്ട്. പക്ഷെ നമ്മുടെ കാമുറനീസ അങ്ങനല്ല പേരാ കുട്ടിയുടെ, നമ്മുടെ ശബ്ദത്തിന്റെ ഒരു വ്യത്യാസമുള്ള ഒരാള്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് ഈ ഓൺലൈനിൽ കൂടി കാണുന്നെങ്കിൽ പോലും, പക്ഷെ അതാണ് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി വരാന്ന് പറയുന്നത്. നോർമലായിട്ടൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും പരസ്പരം നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായില്ല എല്ലാവരും പരസ്പരം. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായി. വീഡിയോയും ഫോട്ടോയും കണ്ടപ്പോ ഒത്തിരി വിഷമമായി. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തു. വരാൻ പറ്റിയില്ലല്ലോ. ഭയങ്കര വിഷമമായി. ഇപ്പൊ എല്ലാരും മിസ് ചെയ്യുന്ന പോലെ തോന്നി. അല്ലാണ്ട് എല്ലാരും പരിചയമായല്ലോ, അതുകൊണ്ട്. കേട്ടോ, ഓക്കെ മാം. കുഴപ്പമില്ല. അസുഖങ്ങളല്ലേ, ഫസ്റ്റ് ആയിരുന്നു സാറില്ല. എന്നാൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മാത്രമല്ല മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് നേരിട്ട് കാണാനും അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് കണ്ടെത്താനും മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ? സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു എല്ലാം. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതായിരുന്നു? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതായിരുന്നോ? മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാര്യം ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്തു. അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിരുന്നു അത്. ഡിവിഷൻ ആയിരിക്കും കൺഫ്യൂസ് ചെയ്തത് അല്ലെ? ഡിവിഷൻ ചെയ്യാനായിരിക്കും. ഡിവിഷനും മൾട്ടിപ്പിൾ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഈ മുത്തുകളൊക്കെ പറക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ ഇത്തിരി. പിന്നെ മറ്റേ നമ്മള് 1 2 3 പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെൻസിൽ സ്കെയില് മോഡൽ നമ്മൾ വെച്ച് അറേഞ്ച് ചെയ്തില്ലേ, അതൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബ്രൗൺ സ്റ്റിയർ ഉണ്ടോ? നേരിട്ട് ബ്രൗൺ സ്റ്റിയർ? ബ്രൗൺ സ്റ്റിയർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ കയ്യിലെടുത്തപ്പോ അല്ലേ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലൊക്കെ മനസ്സിലായത്. ഏറ്റവും നമുക്ക് കൗതുകം തോന്നുന്നത് സിലിണ്ടേഴ്സ് ആണ്. 4 ടൈപ്സ് ഓഫ് കളർസിനാണ്. ഭംഗിയാണ് കാണാനായിട്ട്. പിള്ളേരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ് എല്ലാ മെറ്റീരിയൽസും. എല്ലാം അത് തന്നെ. പിന്നെ ഫ്രെയിംസ് എല്ലാം കണ്ടിട്ടുണ്ടോ? അല്ലെ ബട്ടൺ ഫ്രെയിംസ് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ. ചെയ്തോ? ചെയ്തു. അതൊക്കെ ചെയ്ത് വെച്ചേക്കുവാ. പിന്നെ മാം ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആയത് എന്താ മാം? സംഗീതനെ ഇതേപോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്, ഫോട്ടോയിലെ പോലെ. അതെയോ? ഫോട്ടോയിലെ പോലെ തന്നെ. താങ്ക് യു മാം. കറക്റ്റ് ആണ്. വ്യത്യാസമൊന്നുമില്ല. പിന്നെ സുറുമിനെ പെട്ടെന്ന് അവര് നിങ്ങൾ കുറച്ചുകൂടി ക്യാമറ ഓൺ ചെയ്യുന്ന അങ്ങനെ കുറച്ചുകൂടി എനിക്ക് മനസ്സിലാവും. പിന്നെ ആരൊക്കെയോ പേരും അറിയില്ല, ഫേസും ഒരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരു പരിചയക്കുറവ് കാണിച്ചില്ല. അതാണ് അത്ഭുതം. അതാണ് എനിക്കിടെ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മള്. അങ്ങനെയായി വരും. പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനെയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു വിസിറ്റും കൂടെ ഉള്ളു അല്ലെ? നമ്മൾ അതിനൊരു പ്രാവശ്യം കൂടി കാണുള്ളൂ. സ്പെഷ്യലായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കാണുള്ളൂ. ഓക്കെ, പിന്നെ എന്റെ കാര്യം മനസ്സിലായില്ല. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് പോവാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് 3 ബാച്ച്. ഒരു ബാച്ചൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിയും. ഒരു 12 മണിക്കുള്ളിൽ കോൺവെക്കേഷൻ. പിന്നെ ഒരു ബാച്ചിലാവുമ്പോൾ കുറച്ച് കുട്ടികളുണ്ട്. 3 ബാച്ചസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് സംഭവിച്ചല്ലേ. അപ്പൊ അങ്ങനെയാണ് കുറെ സമയം പോയത്. എന്നിരുന്നാൽ പോലും നിങ്ങളെ കാണാൻ പറ്റി. പക്ഷെ കൂടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. അതൊന്നും എന്തെങ്കിലും പറഞ്ഞു തരാൻ അങ്ങനൊന്നും പറ്റിയില്ല. അത് മാത്രമേ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി ഒരു സെഷൻ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പ് ക്ലാസിക്കൽ ഡാൻസിന്റെ. അപ്പൊ അതിനെന്തായാലും പോകണം. രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു ഞാൻ. അപ്പോ അത് സമയം അന്നത്തെ ദിവസം മാറ്റി, 2:30 ആക്കി. അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം നമുക്ക് തുടങ്ങാറ്. പക്ഷെ അങ്ങനെയൊക്കെ കൂടി വന്നപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ട്. എന്നാലും പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. മനസ്സറിഞ്ഞ് പറയാനാണോ, ഭയങ്കര സന്തോഷം നിങ്ങളെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ ചേച്ചിമാരെ കണ്ട പോലെയായിരുന്നു എനിക്ക്. എല്ലാവരും ഏജ്ഡ് ആണ്. കുറച്ച് പേരൊക്കെ. ഒരാൾ മാത്രം അങ്ങനെ ഏജ് ആയിട്ടുള്ളവരൊന്നും കണ്ടില്ല. കണ്ടോളൂ, ഒരു കുട്ടിയെ മാത്രം. പേരറിയില്ല കേട്ടോ. എന്നുവെച്ചാൽ ഏജ്ഡ് എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ ചേച്ചിമാരെ എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെയാണ് നിങ്ങൾ. ഭയങ്കര സന്തോഷം. ഇപ്പോഴും മുഖങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് ഇങ്ങനെ അന്നത്തെ ദിവസവും. പക്ഷെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഒരുമിച്ച്. അതാണ് മിസ്സായി പോയത്. ജിഷാമിസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷെ മാമിനെ കിട്ടിയില്ലല്ലോ. മാം ധൃതിയായിരുന്നില്ലേ?
Yes. അപ്പൊ ഇന്നത്തെ സെമിനാറിന്റെ ആൾക്കാരൊക്കെ എവിടെ? ആരൊക്കെ ഉണ്ട് എന്ന സെമിനാർ ചെയ്യാൻ? എനിക്കുണ്ട്. ഫസ്റ്റ് ആരെടുക്കില്ല? രേവതി വന്നില്ലല്ലോ. പ്രാക്ടിക്കൽ എന്ത് പറ്റി? വരാൻ പറ്റിയില്ല. ഞാന് ആദ്യമേ സുമി അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ട്രാവലിംഗിലായിരുന്നു. ഇപ്പം ഞാൻ പഞ്ചാബിലായിരുന്നല്ലോ. അപ്പൊ ഇടയ്ക്ക് വെച്ചത് ലീവിൽ വരേണ്ടി വന്നു. ഇവിടെ ഒരു എമർജൻസി, മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് വന്നത്. ഇപ്പൊ ഇനി ഒരു 5 ഡേയ്സിനകത്ത് ടിക്കറ്റ് കൺഫേം ചെയ്തെടുത്ത് വീണ്ടും ട്രാവൽ ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോകണം. അങ്ങനെ 2-3 എനിക്ക് അങ്ങനെ ക്ലാസ്സസ് കുറച്ചൊക്കെ എനിക്ക് മിസ്സായി. പിന്നെ അങ്ങോട്ട് എനിക്ക് വരണം എന്നുണ്ടായിരുന്നു. അത് പറ്റില്ല. ഓൾറെഡി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നിൽക്കുകയാണ്. ജനുവരി ലീവ് ഒരു 15 ഡേയ്സ് ലീവിനാണ് ഞാൻ ഇപ്പൊ വന്നത്. 15 to 20 ഡേയ്സ് ലീവ്. ഇപ്പം തിരിച്ചു പോകാൻ റിട്ടേണും എടുത്തിരിക്കുകയാണ്. അപ്പം അതിന്റെയൊക്കെ ഇടയിൽ ഞാൻ ട്രാവലിംഗിന്റെ ഇടയിൽ എനിക്ക് ക്ലാസ്സിന് ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ വീട് 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എന്താണ്ട് കോൺവെക്കേഷൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും മാം. പക്ഷെ എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ മാക്സിമം വരാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. ഒരു മാസത്തിന് മുമ്പ് ഡേറ്റ് പബ്ലിഷ് ചെയ്യും. അതെ മാം, അതെ. അപ്പൊ ഞാൻ മാക്സിമം വരാൻ വേണ്ടി ട്രൈ ചെയ്യും. കാരണം എനിക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോ എല്ലാവരുടെയും പിക്സ് ഒക്കെ കണ്ടപ്പോ വരാൻ പറ്റാത്തതിൽ അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഡേറ്റ് ഒക്കെ സുറുമി എല്ലാവർക്കും ഇട്ടു. വരൂ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ വരുന്നു എന്ന് കൺഫർമേഷൻ. എനിക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനാണ് എനിക്കിപ്പം. പിന്നെ ഇനിയിപ്പോ എന്തായാലും ലാസ്റ്റ് ഡേ ഫെയർവെൽ പാർട്ടിക്ക് എല്ലാവർക്കും കൂടെ വരണം എന്നാണ് എനിക്ക്. ഉണ്ടോ ക്ലാസ്സിൽ ഇപ്പോ? ഉണ്ട് മാം. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ശബ്ദം കേട്ടാൽ മനസ്സിൽ ഫേസ് വരും. നല്ല ടയേർഡായി മാം. ട്രെയിനിലൊക്കെ വന്നിട്ട് 2:30 പോകുന്നതായിരുന്നേ. ടയേർഡായി. പക്ഷെ എനിക്ക് അവരെല്ലാവരും കണ്ടോക്കുമ്പോ എന്ത് സംസാരിക്കണം എന്നുള്ള ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് ഇനി അങ്ങോട്ട് വരണം, അവരെ കാണണം എന്നുള്ള നല്ലൊരു ഇതല്ല. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന പോലെയായിരുന്നു ഉമേരയുടെ സംസാരം. ഭയങ്കര എല്ലാവരോട് കമ്പനി. എന്നോട് പറഞ്ഞ ഭക്ഷണം ഞാൻ വാങ്ങിച്ചാൽ സിരിക്കി പോലെ സിരിക്കി. എന്തായാലും എന്തൊരു പരിചയക്കുറവുള്ള നമ്മൾ തമ്മിൽ വല്ല പരിചയക്കുറവെന്ന് പറഞ്ഞു കണ്ടിട്ട്. ഇല്ല, അടുത്ത വീട്ടിലെ ആൾക്കാരോ കസിൻസോ അങ്ങനെയൊക്കെ കാണുന്ന പോലെയായിരുന്നു. മാം അതല്ല, ഞാൻ പാട് എന്നെ കാണാൻ എല്ലാവർക്കും ഉമേറ, അയ്യോ ഉമേറ പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കണം. ഈ ശബ്ദം പോലെയല്ല, നല്ല സുന്ദരിയാണ്. ശബ്ദം കരകരാന്നാണെങ്കിലും നല്ല സുന്ദരിയാണ് ഉമേറ അല്ലേ? ഓക്കെ, എല്ലാവരും ഉണ്ടാവും. ഷിജിനാസിനെ കണ്ടു. ഷിജിനാസാണ് ടീച്ചറെ. ഷിജിനാസാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. ഷിജിനാസിന്റെ ഡിപിയിലും ഇതിലും കണ്ടപ്പോൾ ആളങ്ങനെയല്ല, നേരിട്ടാകുന്ന കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ രശ്മിന വന്നില്ല. അതെ, രശ്മിന ഉണ്ടായില്ല. പിന്നെ ആരാളാ? കുറച്ച് പേരങ്ങനെ എത്തിയില്ല. യേശുസാനി. പിന്നെ അതുപോലെ സോന ഉണ്ടായില്ലല്ലോ. സോന. ഓക്കെ, കേൾക്കുന്നില്ലേ നിങ്ങള്? ഹലോ, കേൾക്കാമോ? യെസ്. ഇപ്പൊ സെമിനാർ എടുക്കാൻ എടുത്തോളൂ കേട്ടോ. ആയിരിക്കാന്ന് വെച്ചെടുത്തോളൂ. മാം ആ ഓർഡറിലാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ലാസ്റ്റ് ആണ് എന്റെ ഓർഡറിൽ വരുന്നത്. പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല മാം. ഒന്ന് ടോപ്പിക് ഏതാ? എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽ. അതിന് താഴെ തോന്നുന്നു രേവതിയുടെ അതെ, എനിക്ക് വന്നിട്ടുള്ള ടോപ്പിക് ബയോളജിക്കൽ വെപ്പൺ ആണ്. അപ്പം ഞാൻ ലാസ്റ്റ് സെക്കൻഡ് ആണ് എന്റെ ടോപ്പിക് കിടക്കുന്നത്. ആര്യ എടുക്കുന്നുണ്ടോ? ആര്യയുടെ ടോപ്പിക്ക് അതേടാ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ആര്യ എടുത്തോളൂ. എന്നാ കുഴപ്പമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന സെമിനാറിന്റെ ടോപ്പിക്കാണ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എന്താണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്? അതായത് 1986
പരിസ്ഥിതി സംരക്ഷണ നിയമം, അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1956. അതായത് ഭോപ്പാൽ ദുരന്തത്തെ തുടർന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 253 പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന നിയമമാണ് ഇത്. ഇത് 1986 നവംബർ 19 പ്രാബല്യത്തിൽ വന്ന നിയമമാണിത്. ഇതിന് 26 വകുപ്പുകളുണ്ട്. പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അപകടകരമായ വസ്തുക്കളുടെ കൈകാര്യം നിയന്ത്രിക്കുന്നതിനും കേന്ദ്ര സർക്കാർ വിപുലമായ അധികാരം നൽകുന്നുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ് ഇതിനകത്ത് ഈ ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രധാന സവിശേഷതകളുണ്ട്. ഇതിന്റെ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ നമുക്ക് കേൾക്കാമോ? പ്രധാനം ആയിട്ട് അതിന്റെ ഉദ്ദേശം പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം, അതായത് മലിനീകരണം കുറയ്ക്കൽ, വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തൽ, അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ അധികാരം. മലിനീകരണം തടയുന്നതിനായി നിരവധി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ അധികാരം നൽകുന്നതാണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ അധികാരമായിട്ട് പറയുന്നത്. പിന്നെ അപകടകരമായ വസ്തുക്കൾ, അതായത് അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. കാര്യം ഒത്തിരി പൊല്യൂഷനായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം അവര് ഇല്ലാതാക്കുന്നു. നെക്സ്റ്റ്, പരിസ്ഥിതി മലിനീകരണം. വ്യവസായങ്ങൾ നിശ്ചിത പരിധിയിൽ കൂടുതൽ മലിനീകരണം പുറന്തള്ളുന്നത് ഈ നിയമം കർശനമായി വിലക്കുന്നുണ്ട്. കാര്യം നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ഒത്തിരി പുകകള് അതുപോലുള്ള മലിനീകരണം അവർ പ്രിവെന്റ് ചെയ്യാൻ മാക്സിമം അവർ ഈ നിയമം കൊണ്ട് അവര് സെക്ഷൻ 7 ആണ് ഈ പരിസ്ഥിതി മലിനീകരണത്തിനകത്ത് അവർ പറയുന്നത്. പിന്നെ നിയമ നടപടികൾ. നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്കോ കമ്പനികൾക്കോ എതിരെ പിഴയും തടവും ഉൾപ്പെടുത്താനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായ വകുപ്പുകൾ. വകുപ്പ് സെക്ഷൻ 1 നിയമത്തിന്റെ വ്യാപ്തി ഇന്ത്യയിൽ ഉടനീളമുണ്ട്. സെക്ഷൻ 2 ആണ് നിർവചനങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മലിനീകരണമായ അപകട വസ്തുക്കൾ, അതൊക്കെ ആണ് സെക്ഷൻ 2-നകത്ത്. ഓരോ സെക്ഷൻ ഉണ്ട്, പ്രധാനമായ വകുപ്പുകളാണ് ഈ പറയുന്നത്. പിന്നെ സെക്ഷൻ 3 പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ അധികാരം നൽകുകയാണ് സെക്ഷൻ 3-കകത്ത് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, സെക്ഷൻ 7 മലിനീകാരികളെ പുറന്തള്ളുന്നതിനെതിരെ അവരെ കുറിച്ചുള്ള കഠിനമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണം നൽകുന്നതാണ് സെക്ഷൻ 7-നകത്ത് അവർ പറയുന്നത്. നെക്സ്റ്റ്, അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അതോറിറ്റികളെ രൂപീകരിക്കാൻ ഈ നിയമം സെക്ഷൻ 8-നകത്ത് മെയിനായിട്ട് പറയുന്നുണ്ട്. അടുത്ത എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രധാനമായ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. മലിനീകരണത്തിനെതിരെ പോരാടുന്നതിനും മാലിന്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും ബിസിനസ്സുകളും വ്യക്തികളും അവയുടെ പാരിസ്ഥിതിക ആഘാതത്തിന് ഉത്തമമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഉറപ്പാക്കുന്നതിനും സമഗ്രമായ ഒരു നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു പിക്ചർ കാണിക്കാമേ. ഇതാണ്, കാണാം എല്ലാവർക്കും? ഇതാണ് ഞാനൊരു ഡൗൺലോഡ് ചെയ്തെടുത്താണ്. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രധാനമായ ലക്ഷ്യങ്ങളുണ്ട്. കുറെ ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവർ പറയുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദി ആക്ട് ടു ഇംപ്രൂവ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിക സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണിത്. നെക്സ്റ്റ് വൺ, പ്രിവെൻഷൻ ഓഫ് ഹസാർഡ്സ് ടു ഹ്യൂമൻ ബീയിങ് ഫോർ ലിവിങ് ക്രിയേച്ചർ, പ്ലാന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി, മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും സ്വത്തിനും ഉണ്ടാകുന്ന അപകടങ്ങൾ തടയുക എന്നതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ, പാരിസ്ഥിതിക മലിനീകരണം തടയുന്നതിനും
നിയന്ത്രിക്കുന്നതിനും ഇതിനകത്ത് പ്രധാനമായ ഒരു ലക്ഷ്യമാണ്. പിന്നെ നെക്സ്റ്റ് വൺ, ലേയിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിയുടെ ഗുണനിലവാരത്തിന് നിരവധി മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നതാണ്. നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ ഓഫ് ഏരിയാസ് ഓഫ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അതായത് ഇപ്പം വ്യവസായങ്ങളും സ്ഥാനനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. ഇപ്പം വ്യവസായങ്ങൾ തുടങ്ങുന്ന ഇപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ ഒത്തിരി സ്കൂളുകളും അതിനൊക്കെ അടുത്തുള്ള ഒത്തിരി ആൾക്കാർ തിങ്ങിപ്പാക്കുന്നിടത്തൊന്നും അവര് അത് തുടങ്ങാനായിട്ട് അവർ അനുവദിക്കത്തില്ല. അതിന് പ്രത്യേകമായിട്ടൊരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. സേഫ് ഗാർഡ് ഫോർ ഹാൻഡ്ലിംഗ് ഹസാർഡ്സ് ഓഫ് സബ്സ്റ്റാൻസസ്, വ്യവസായങ്ങളുടെ സ്ഥാനനിർണ്ണയത്തിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം. പിന്നെ നെക്സ്റ്റ് വൺ, റിസർച്ച് റിലേറ്റിംഗ് ടു എൻവയോൺമെന്റ് പൊല്യൂഷൻ, അതായത് അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സുരക്ഷാ മാർഗങ്ങൾ ആദ്യമേ ചെയ്തിരിക്കണം. കാര്യം ഒത്തിരി അതിനുള്ള എന്തൊക്കെ തടയാൻ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിനുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ ഇത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, എന്താണ് മെയിൻ ആയിട്ടുള്ള എയിം? The main objectives of Environment Protection Act 1986 EPA is to provide a comprehensive legal framework for protecting and improving the environment in India, controlling pollution and implementing international environment decisions. It gives us central government board of power to take necessary measures for environment conservation and regards industries to standard for emissions, manage hazardous substances and coordinate action between different agencies for sustainable development. അതായത് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിനും മലിനീകരണം നിയന്ത്രിക്കുന്നതിനും അന്താരാഷ്ട്ര പരിസ്ഥിതി മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനുള്ള സംഗ്രഹമായ ഒരു ചട്ടക്കൂട് നിയന്ത്രിക്കുക എന്നതാണ്. മെയിനായിട്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്നവർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം അതാണ് ഇതിനകത്ത് പറയുന്നത്. അതിന് വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിനും അതിനുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്ന അപകടകരമായ വസ്തുക്കളൊന്നും അതിനകത്ത് അവര് കാര്യം മുഴുവനായിട്ട് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അവര് അതിന് സുരക്ഷകൾ കൈകാര്യം ചെയ്യാതെ തന്നെ ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അപകടകരമായ വസ്തു കൈകാര്യം ചെയ്യുന്ന സുരക്ഷാ ഏജൻസികൾ ഇവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇത് കേന്ദ്ര സർക്കാർ അവര് കൂടുതലായിട്ട് അവരെ പ്രിവെന്റ് ചെയ്യാനുള്ള കൂടുതലായിട്ടുള്ള ഒരു ചട്ടക്കൂട് അവര് സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് പറയുന്നത്. ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു. അതെ മാം. നോക്കി വായിച്ചുകൊണ്ട് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ആര്യയുടെ വൈകാരികം എന്താണെന്ന് അറിയാം നമുക്ക്. പക്ഷെ ആര്യക്ക് നന്നായിട്ട് ന്യൂസ് വായിക്കാൻ പറ്റും കേട്ടോ. നല്ല ന്യൂസുകൾ ന്യൂസ് വായിക്കുന്ന പോലെയൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വഴിക്കും കൂടി ഒന്ന് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നല്ലായിരിക്കും. കാര്യമായിട്ട് വരുന്നതാ. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ന്യൂസ് ഒക്കെ വായിക്കാനൊരു ടെൻഡൻസി. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല. നമ്മളൊരു ന്യൂസ് റീഡർ എങ്ങനെയാണോ വാർത്ത വായിക്കുന്നത് അതേപോലെയാണ് വായിച്ചത്. പക്ഷെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് ആര്യയുടെ സ്റ്റൈൽ അല്ലേ ആര്യ? ഓക്കെ, ഞാൻ ഒത്തിരി നേരം ഇരുന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. മനസ്സിലായത്, കുഴപ്പമില്ല. അറിയാലോ ആര്യ ചോദിച്ചു വാങ്ങിച്ചു സെമിനാറിന് ടോപ്പിക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ടോപ്പിക് പറ. എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽ. എടുത്തോട്ടെ മാം. ദൃശ്യം വന്നിരുന്നു ഇവിടെ. രണ്ട് കുട്ടികളായിട്ട് ഒരാളോട് അടുത്തുണ്ട്. ഓക്കെ മാം, തുടങ്ങിക്കോട്ടെ. Today, the world facing an energy crisis with an increasing demand and limited resources. Coal, crude oil, and gases are finite.
but we are using them fast. It leads to global energy crisis because the formation of fossil fuel can take millions of years. അതായത് നമുക്കറിയാം ഇന്നിപ്പോ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ധാരാളം വാഹനങ്ങൾ ഇന്ന് നിരത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള ഫോസിൽ ഫ്യൂവൽ ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുണ്ടായി വരാനായിട്ട് ഏകദേശം 10 ലക്ഷം വർഷങ്ങൾ വരെ വേണ്ടി വരും. അതായത് നമ്മളുടെ ആൻഷ്യൻ ടൈമിലുള്ള ജീവജാലങ്ങളുടെ ആ ഒരു റിമൈൻസിൽ നിന്നാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് രൂപം കൊള്ളുന്നത്. പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസിന് വിധേയമായതിനു ശേഷമാണ് നമുക്ക് ഈ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെ. അത് ഉണ്ടാക്കുന്നതല്ല, അത് ചെയ്യുന്നതാണ്. അപ്പോ അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസിന് ധാരാളം ഡീമെറിറ്റ്സും ഉണ്ട്. അത് കത്തുന്നത് മൂലം ധാരാളം കാർബൺ അന്തരീക്ഷത്തിൽ കലരുന്നുണ്ട്. അതങ്ങനെ കലരുന്നത് മൂലം തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും ഇന്നിപ്പോ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പൊ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മളിപ്പോ ന്യൂക്ലിയർ എനർജി അതല്ലെങ്കിൽ സിന്തറ്റിക് ഫ്യൂവൽ എല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് കൃത്രിമമായിട്ട് നമ്മൾ പെട്രോൾ, ഡീസൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് മോസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് യൂസ് എൻറിച്ച്ഡ് യുറേനിയം ആസ് ദെയർ ഫ്യൂവൽ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. മിക്ക ആണവ നിലയങ്ങളിലും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് യുറേനിയമാണ്. അതായത് ഈ യുറേനിയത്തിന്റെ അതിന്റെ ഒരു ഫിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെയാണ് ഇത് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പബ്ലിക് പ്ലേസിൽ കാണാം ധാരാളം ഇലക്ട്രിക് വെഹിക്കിൾസ് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഒരു ടൈം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഈ പെട്രോൾ, ഡീസൽ വാഹനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും തന്നെ പൊല്യൂഷൻ കാരണം അതിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഡീസൽ വാഹനങ്ങൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അതൊക്കെ പോയി ഇങ്ങോട്ട് എടുത്തിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെയും അതൊക്കെ പ്രശ്നങ്ങളായി മാറും. അതുപോലെ തന്നെ വരും കാലങ്ങളില് ഇപ്പൊ ന്യൂക്ലിയർ എനർജിയുടെ ആ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ലോ എമിഷൻ ആണ്. കാരണം കാർബണിന്റെ അളവ് വളരെ കുറവാണ് അതിന്റെ ആ ഒരു എമിഷൻ മൂലം പുറത്തു വരുന്നത്. വായുമലിനീകരണം വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ പിന്നെ അതിലും ധാരാളം ഡീമെറിറ്റ്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അത് നമ്മൾക്ക് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, അതായത് ബിൽഡ് ചെയ്യണമെങ്കിൽ ധാരാളം കോസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലും ധാരാളം കോസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതായത് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നമുക്ക് നിർമ്മിക്കാനായിട്ട് ധാരാളം ചിലവുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഹൈ റിസ്ക് ആണത്. കാരണം ഇപ്പൊ ഒരു അപകടം ഉണ്ടായാൽ തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിരിക്കും. ആ ഒരു പ്രദേശത്തിൽ തന്നെ അത് ചിലപ്പോൾ ഇല്ലാണ്ടാക്കിയെന്ന് വരും. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് കുറെ നാൾ നീണ്ടു നിൽക്കും. അത് വലിയൊരു ഡീമെറിറ്റ് ആണ്. പിന്നെന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായ സമയത്ത് എന്ന് പറയുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഒരു മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ബോംബുകളായിരുന്നു. അത് നമുക്കറിയാം, ജപ്പാനില് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ബോംബ് ഇട്ട സമയങ്ങളില് ആ ഒരു ടൈമിൽ മാത്രമല്ല അതിനുശേഷം ജപ്പാൻ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു പീരീഡിൽ നിന്ന് ഒന്ന് കയറി വരാനായിട്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ കാണുന്ന അത്രയും ഒരു ഡെവലപ്പ് ആയിട്ടുള്ള ഒരു നേഷനായി മാറാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂക്ലിയർ പവർ അവിടെ അമേരിക്ക യൂസ് ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അവരത് അങ്ങനെ അതായത് അന്ന് അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവിടെയുള്ള ആളുകൾക്കാണെങ്കിലൊക്കെ പലതരത്തിലുള്ള വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് റേഡിയേഷൻ. നെറ്റ് പോയത് തോന്നണം കൃഷിയുടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, വരാൻ നോക്കാം. ഹലോ 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 കേൾക്കുന്നുണ്ടോ? അതിനുശേഷം ഇനി പറയാനുള്ളത് റേഡിയേഷനെ പറ്റിയാണ്. റേഡിയേഷൻ എനർജി. റേഡിയേഷൻ ഈസ് എനർജി ദാറ്റ് മൂവ്സ് from one place to another in a form that can be described as waves or particles.
പാർട്ടിക്കിൾസ് ആയിട്ടോ അല്ലെങ്കിൽ തരംഗങ്ങളായിട്ടോ ആണ് ഈ റേഡിയേഷൻ നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നത്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഓവൻ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഇപ്പൊ നമ്മൾ ഈ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ തെറാപ്പിയാണ്. അതായത് നമുക്ക് അറിയാം 100 പേര് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 30-40% ആൾക്കാരിൽ തന്നെ ഇപ്പൊ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മളിപ്പോ ചെറിയ ചെറിയ ട്യൂമേഴ്സ് ഒക്കെ നീക്കം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ എയർലി സ്റ്റേജ്, അതായത് ക്യാൻസറിന്റെ എയർലി സ്റ്റേജസിൽ നമ്മൾ ഈ റേഡിയേഷൻ തെറാപ്പി ഒക്കെ ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. നമ്മൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും നമ്മൾ കേട്ട് വരുന്ന വാക്കുകളാണ് ഈ റേഡിയേഷൻ, ന്യൂക്ലിയർ എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ വരും കാലങ്ങളിൽ എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയും. കാരണം ഇപ്പോ ഒരു മിനിറ്റ്, അത് ഒന്ന് സിന്ധു. അപ്പൊ വരും കാലങ്ങളിൽ എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിലും അവരുടെ സിലബസിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ന്യൂക്ലിയർ എനർജിയെ പറ്റിയാണെങ്കിലും റേഡിയേഷനെ പറ്റിയാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് ഇനി നമ്മളുടെ മക്കൾ പഠിക്കും. അപ്പൊ എന്തായാലും അവർക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മളും അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കണം. ഇത്രയേ ഉള്ളൂ മാം. കഴിഞ്ഞു മാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ദൃശ്യ, മര്യാദക്ക് എടുത്തോണ്ടിരിക്കുന്ന പക്ഷെ നെറ്റ് ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നുണ്ടായി. കുഴപ്പമില്ല. നെക്സ്റ്റ് രേവതിയാണോ അടുത്തത്? അതെ മാം, ഞാനാണ്. കോഫിക്ക് തീർന്നോ? എടുത്തോളൂ കേട്ടോ രേവതി. മാം ഞാൻ ക്ലിയർ ആണല്ലോ? എന്റെ വോയിസ് ഓക്കെ ആണോ മാം? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസ്. ഇപ്പൊ ഫസ്റ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബയോളജിക്കൽ വെപ്പൺ റിസർച്ചിനെ കുറിച്ച് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ല, ഓൾറെഡി മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് നമുക്ക് എത്രയും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്ക് കൊറോണ, ഇബോള ഇങ്ങനെയുള്ള വൈറസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ രോഗം നമുക്ക് ഏത് സ്ഥലത്തു നിന്നാണ് സ്പ്രെഡായി ഇന്ത്യ വരയ്ക്കും വരാമെന്ന് നമ്മൾ അറിഞ്ഞു. അതായത് ചൈനയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ വരയ്ക്കും വന്നു. ഇതൊരു ബയോളജിക്കൽ വെപ്പൺ എന്താ പറയണ്ട വെപ്പണിന്റെ ഒരു മൈന്യൂട്ട് ഒരു ഇത് മാത്രമാണ്. അതായത് അതൊരു ചെറിയ രീതിയിൽ അവരൊന്ന് സ്പ്രെഡ് ആയപ്പോൾ തന്നെ നമുക്ക് 2 years ആണ് എവ്രി കൺട്രി എന്താ പറയണ്ടേ ഇത് വെച്ചിട്ട് അവർക്ക് സഫക്കേറ്റ് ചെയ്യേണ്ട വന്നത്. നമ്മുടെ ഇന്ത്യയിലും അത് 2 year വരെ അത് കണ്ടിന്യൂസ് ആയിരുന്നു. അത് എല്ലാവരുടെ ലൈഫിനെയും ബാധിച്ചു. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കോസസും റീസൺസ്, അതിന്റെ എങ്ങനെയാണ് എഫക്ട് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീപ്പെൻഡ് ആയിട്ട് കുറച്ചും കൂടെ പോവാം. ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ BW, അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇറ്റ്സ് എ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസ് റെപ്രസെന്റ് ഇന്റർകണക്റ്റഡ് ത്രെഡ്സ് ഓഫ് എക്സ്ട്രീം മാസ് ഡിസ്ട്രക്ഷൻ. ഇത് എങ്ങനെയാണ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു മാസ് ആയിട്ടാണ്. അതായത് ഒരു ചെറിയ രീതിയിലല്ല, ഒരു വൈഡ് സ്പ്രെഡ് ആംഗിളിൽ കൂടെയാണ് ഈ ബയോളജിക്കൽ വെപ്പൺ ഓരോ ആൾക്കാരെയും ഇത് എഫക്ട് ചെയ്യുന്നത്, ഓരോ കൺട്രിയെയും ഓരോ പീപ്പിളിനെ ഇത് എഫക്ട് ചെയ്യും. വിത്ത് BW often seen as a lower cost, high impact alternative or supplement. ഇതിനെ എല്ലാവരും കാണുന്ന എല്ലാ നേഷൻസിനും വൈഡായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ്. ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ്. അതായത് ഇത് ഉണ്ടാക്കി റിസർച്ച് ചെയ്ത് വേറൊരു കൺട്രിയിലേക്ക് ഇത് വിടാനും അത് അവിടെ കിടന്ന് എഫക്റ്റ് ആവാനും അത് ചെറിയ ലോ കോസ്റ്റ് ബഡ്ജറ്റ് മാത്രമേ അതിന് വരുന്നുള്ളൂ. ഇതൊരു ഇന്റർ കണക്റ്റഡ് ത്രെഡ് ആണ്. അതായത് ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ന്യൂക്ലിയർ ആംസ് റേസിനെയും കാട്ടിയും വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും വിത്ത് ചീപ്പർ കോസ്റ്റ് എന്നുള്ളത് എവ്രി നേഷനും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ വൈ ഇന്റർനാഷണൽ ട്രീറ്റീസ് ബ്രേക്ക് ആവുന്നുണ്ട്, നെറ്റ് പോകുന്നുണ്ട്. അതെ അതെ മാം, ബ്രേക്ക് ആയത് വേറൊന്നുമല്ല മാം, എനിക്കൊരു കോൾ വന്നോണ്ടിരുന്നു, ഞാൻ ഡിസ്കണക്ട് ചെയ്തു. ഇല്ല 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 മാം, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ മാം? എനിക്ക് കോൾ വന്നോണ്ടിരുന്നു, അതാണ് ഇതിപ്പോ കണ്ടിന്യൂ ആണല്ലോ മാം. ആ
ക്ലിയർ ആയി. ആൻഡ് BW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ബയോളജിക്കൽ വെപ്പൺ ആണ്. ഓഫൺ സീൻ ആസ് ലോവർ കോസ്റ്റ് ഹൈ ഇമ്പാക്ട് ഓൾട്ടർനേറ്റീവ് സപ്ലിമെന്റ് ആണ്. ഇത് ഓരോ നേഷനിലുള്ള ആൾക്കാരെയും ലോവർ കോസ്റ്റിൽ തന്നെ അത് എഫക്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ ഇതിനൊരു ഡ്യൂവൽ ആക്ഷൻ ഉണ്ട്. അതായത് ഇത് വൺസ് ഇത് ഈ ഒരു എന്താ പറയുക ഫോർമാറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ബയോളജിക്കൽ വെപ്പൺ ഏതെങ്കിലും ഒരു രീതിയിൽ ആ വൈറസിനെ സ്പ്രെഡ് ആക്കിയാൽ ഇത് ഈ ലോവർ ഇമ്പാക്റ്റിൽ തന്നെ അവിടെ കിടന്ന് ആ ഓരോ നേഷൻ ഏത് സൈഡിലേക്കാണ് അവർ വിട്ടത് അത് റിപ്പീറ്റ് ചെയ്ത് അവിടെ കിടന്നിട്ടേയിരിക്കും. അത് പെട്ടെന്ന് അതിന്റെ ഇമ്പാക്ട് പോകത്തില്ല. അതായത് ചെറിയ ചീപ്പർ കോസ്റ്റില് ഹയർ രീതിയിൽ ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന ഒരു വെപ്പൺ ആണ് ബയോളജിക്കൽ വെപ്പൺ എന്ന് പറയുന്നത്. അതൊരു റിസർച്ച് വെപ്പൺ പോലെയാണ്. അതിന്റെ എന്തൊക്കെയാണ് അതിൽ വരുന്ന എന്താ പറയുക ആസ്പെക്ട്സ്, ഈ ബയോളജിക്കൽ വെപ്പൺസിൽ എന്തൊക്കെ ആസ്പെക്ട്സ് വരുമെന്ന് നമുക്ക് നോക്കാം. ഡ്യുവൽ യൂസ് ഡെലമ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്നോളജീസ് യൂസ്ഡ് ഫോർ ലെജിറ്റിമേറ്റ് മെഡിസിൻ ആൻഡ് ഡിഫൻസ്, വാക്സിൻസ്, pathogen research are nearly identical to those needed to create bioweapons, making variation difficult. അതായത് നിങ്ങൾക്ക് ഈ ടെക്നോളജിക്കൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊരു നേഷനും ഇത് ഒരു മെഡിസിൻ എഫക്റ്റില് ഇതിനെ മാറ്റാൻ വേണ്ടിയും പറ്റും. അതായത് ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ബയോളജിക്കൽ വെപ്പൺ ഒരു കൺട്രി വേറൊരു കൺട്രിയിലേക്ക് യൂസ് ചെയ്ത് വിടുമ്പോൾ അതിന് ഒരു പാത്തജൻ വരുമ്പോൾ അതിനെ മറികടക്കണം എന്നുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കും. പല നേഷൻസ് ഉണ്ടാക്കും. ഓൾറെഡി അവരത് ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കും. കാരണം ടക്കനെയാണ് ഇതിപ്പോ ഈ ബയോളജിക്കൽ വാർ വെപ്പൺസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള സിനാരിയോയില് അതൊരു ബിഗ്ഗർ ആസ്പെക്റ്റിലാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം പണ്ടുള്ള വേൾഡ് വാർഡ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളത് നമ്മുടെ ആർമി അങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ബോർഡർ ആയിട്ട് ഓരോ ഫോഴ്സസ് ഇറങ്ങി അത് ഫൈറ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവും, വൈഡ് രീതിയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ആണ് വേണ്ടത്? അതിനെയും കാട്ടിയും വെറും ലോവർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ ബയോളജിക്കൽ വെപ്പൺ വാർസ് ഉണ്ടാക്കി വിടാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ വേറൊരു കൺട്രി പോയി അത് ഡിസ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ കൺട്രിയിൽ ഉണ്ടാക്കാനും. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബയോളജിക്കൽ ഏജൻസ് ക്യാൻ ബി എക്സെപ്ഷണലി ലിത്തൽ. ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഇൻസ്റ്റൻസിൽ 1 gram of botulinum toxin could potentially kill 10 million people. ഒരു ബൊട്ടോളിയം എന്ന് പറയുന്ന ഒരു ടോക്സിൻ വന്നിട്ട് കിൽ ചെയ്യാൻ പറ്റുന്ന അതിന്റെ പൊട്ടൻഷ്യൽ ആക്ടിവേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഒരു 10 million ഓഫ് പീപ്പിളിനെ കിൽ ചെയ്യാൻ പറ്റും. അത് പാത്തജൻ, എന്ത് പാത്തജനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയാം. ഇബോള എന്ന് പറയുന്ന നമുക്ക് നല്ല രീതിയിൽ വൈഡ് ആയിട്ട് അറിയാന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു വൈറസ് ആണ്. ആ വൈറസിനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ടോക്സിൻ ആണ് അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഈ ഇബോള വൈറസിൽ. അതിൻ്റെ അകത്ത് 10 million അല്ല, അതിൽ കൂടുതൽ പീപ്പിളിനെ കിൽ ചെയ്തു. അതാണ് ആൾക്കാർ ഈ ബയോളജിക്കൽ വെപ്പനെ ഏറ്റവും കൂടുതൽ ഫിയർ ചെയ്യാനുള്ള ഏറ്റവും ഒരു ഫസ്റ്റ് റീസൺ. ദെൻ ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി. ഇതിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റിസർച്ച് ഫോക്കസ് ഓൺ എൻഹാൻസിങ് പാത്തജൻ സ്റ്റെബിലിറ്റി. ഇതിന്റെ റിസർച്ചിൽ തന്നെ പാത്തജൻ എത്ര സ്റ്റെബിലിറ്റി ആയിട്ട് പോകുന്നുണ്ടെന്നാണ് ആ റിസർച്ചിൽ അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എയറോസോഷ്യലൈസേഷൻ ഫോർ വൈഡ് സ്പ്രെഡ്. ഇത് എയർ വഴിയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ഈ ഒരു വെപ്പൺ ഉണ്ടാക്കാനും ഈ ഒരു പാത്തജനെ കടത്തി വിടുന്നത് മെയിൻലി എയർ ത്രൂ ആണ്. എയർ ത്രൂ ഇത് ഡിസ്പേഴ്സ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് മൂവ് ആവും. എങ്ങനെ ക്രിയേറ്റ്സ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സ്ട്രെയിൻസ്. ഇത് ക്രിയേറ്റ് ആവുമ്പോൾ തന്നെ ഇത് ഓരോ ആൾക്കാർ അത് ഏത് വഴി കൂടെ കടന്നു പോകുന്നു, എയറിൽ കൂടെ സ്പേസിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും ഓരോ ആൾക്കാരുടെ ആന്റിബയോട്ടിക്കിനെ അത് നമ്മുടെ നോർമലി നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരു ആന്റിബോഡി ഉണ്ട്. ഒരു പെട്ടെന്നൊരു എന്താ പറയേണ്ട ഒരു ത്രെട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആന്റിബോഡി ക്രിയേറ്റ് ആവും. പക്ഷെ ഇത് പോകുമ്പോൾ ഇത് എയറോസ്പേസിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ആന്റിബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യും. അതിലും ബോഡിയിൽ ഭയങ്കരമായിട്ട് ഇമ്മ്യൂൺ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കൊറോണ വൈറസ് എഫക്റ്റ് ആയ ടൈമിന് ഹൈലി റിസ്ക് ആയിരുന്നത് എന്താ പറയണ്ടേ കുറച്ച് ഏജ്ഡ് ഓൾഡ് ആയ ആൾക്കാർക്കും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ഷുഗർ പേഷ്യൻസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അവരുടെ എന്താ പറയണ്ടേ ഇമ്മ്യൂൺ റെസിസ്റ്റന്റ് അല്ല അത്ര. അതായത് അവരുടെ ബോഡി തന്നെ അത്ര എന്താ പറയണ്ടേ ഇമ്മ്യൂൺ പവർ ഉള്ള ആൾക്കാരല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ ഡെത്ത് കൂടുതൽ വരും. ബാക്കിയുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് യൂത്ത് ആൾക്കാർ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഡെയിലി ബേസിസിലുള്ള ആക്ടിവിറ്റീസ്, അതായത്
ഫിസിക്കൽ ആക്ടിവിറ്റി അത്ര മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ, ഫുഡ് രീതിയിൽ ഡയറ്റ് ഒന്നും കീപ്പപ്പ് ചെയ്യാത്ത ആൾക്കാർ, അത് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരായിരുന്നാൽ പോലും അവരിൽ നമുക്ക് ഈ ഡെത്ത് കാണാൻ പറ്റി. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് 1 million ഓഫ് പീപ്പിളിനെ ഒരു ഒറ്റ എന്താ പറയണ്ടേ വൈറസിന്റെ ഒരു ഇതിൽ തന്നെ കൊന്നു കളയാൻ പറ്റുന്ന അത്ര ഒരു ഹൈലി റിസ്ക്ഫുൾ ആണ് ബയോളജിക്കൽ വാർ വെപ്പൺ. അടുത്ത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം ഈ ന്യൂക്ലിയർ ആംസ് റേസ് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്. Interconnected threats. The geopolitical environment links nuclear defense with the political for deliberate biological events, with one affecting the necessity of the other. ഈ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ത്രെറ്റ് ആണ് നമുക്ക് ന്യൂക്ലിയർ ആംസ് റേസിൽ കാണാൻ പറ്റുന്നത്. ന്യൂക്ലിയർ ആംസ് റേസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു ഡയറക്റ്റ്, അതായത് വേറൊരു നേഷനിലേക്ക് ഇടിച്ചുപോയി നമ്മൾ വെപ്പൺസ് യൂസ് ചെയ്ത് ഒരു കൺട്രി അറ്റാക്ക് ചെയ്യുക. അത് നമുക്കറിയാം, ഇന്തോ പാക്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് വെപ്പൺ യൂസ് ചെയ്തിട്ടാണ്. ലൈക്ക് അവർ നമ്മളെ ഡയറക്റ്റ് വെപ്പൺ യൂസ് ചെയ്ത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മൾ പോയിട്ട് ഡയറക്റ്റ് വെപ്പൺ യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു റിസ്ക് അല്ല, ഇത് ഡയറക്റ്റ് രണ്ട് കൺട്രിയിലുള്ള സോൾജേഴ്സ് തമ്മിൽ എഫക്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പീപ്പിൾ എഫക്ട് ആവും, പ്രോപ്പർട്ടി എഫക്ട് ആവും. ഇതെല്ലാം എഫക്ട് ആവുമെങ്കിൽ തന്നെ ഇതിൽ കോസ്റ്റ് എഫക്റ്റീവ് ഹൈ ആണ്. അതായത് ഈ വെപ്പൺസ് യൂസ് ചെയ്യാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഗണ്ണ്, അതിന്റെ യൂസ് ചെയ്യാനുള്ള പിസ്റ്റൽ ലോഡിങ്, ഇങ്ങനെ പിന്നെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ആ പിസ്റ്റൽ എടുക്കാൻ വേണ്ടി അത് അറിയാവുന്ന ആൾക്കാരെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിന്. അപ്പോൾ അതില് കുറച്ച് മെയിൻ്റനൻസ് ഫീ ഹൈ ആണ്. അതുപോലെ അങ്ങനെ പെട്ടെന്ന് ചെന്ന ഒരു കൺട്രി അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അതിന്റെ ബോർഡർ സർവേയറിനെയൊക്കെ കട്ട് ചെയ്ത് അകത്ത് കയറി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ ആംസ് റേസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പോ അതിനെയും കാട്ടിയും എന്താ പറയണ്ടേ, ഈ ന്യൂക്ലിയർ ആംസ് റേസ് കുറച്ചും കൂടി ചേഞ്ച്ഫുൾ ആണ്. അതായത് അത് വരാൻ പോവുകയാണെന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും. ഈ ആംസ് റേസ് നമ്മുടെ അറ്റാക്ക് ഒരു കൺട്രി ടു വേറൊരു കൺട്രിയിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, വേറൊരു കൺട്രിക്ക് ഓൾറെഡി അറിയാൻ പറ്റും ഈ അറ്റാക്ക് നമ്മുടെ കൺട്രിയിലേക്ക് വരികയാണെന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബയോളജിക്കൽ വെപ്പൺ റിസർച്ചിൽ വരികയാണെങ്കിൽ ഒരിക്കലും വേറൊരു കൺട്രിയിലേക്ക് അറ്റാക്ക് പോകുമ്പോൾ അറിയാനേ പറ്റത്തില്ല. കോസ്റ്റ് എഫക്റ്റീവും ഹൈ ആണ് ബയോളജിക്കൽ വെപ്പണിനെയും കാട്ടി ന്യൂക്ലിയർ ആംസ് റേസിൽ. ഇനി നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ റെഗുലാരിറ്റി ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്? ദ 1972 ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് BWC prohibits the development, production and stockpiling of bioweapons with 188 states parties as 2024. 2024 ഒരു റെഗുലാരിറ്റി ഫ്രെയിംവർക്ക് നേഷൻ കൊണ്ടുവന്നു. എല്ലാ നേഷനും കൂടി ചേർന്ന് ഓൾ ടുഗദർ നേഷൻസ് കമ്പെയിൻ ചെയ്ത് 188 സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് പറഞ്ഞ 2024 ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതില് അങ്ങനെ ഒരു ടോക്സിൻ യൂസ് ചെയ്തുകൂടാ, വേറൊരു കൺട്രി ഈ കൺട്രി ആയിട്ട് ചേർന്നിട്ടുള്ളതെന്നുള്ളത് ഉണ്ട്. ഓൾറെഡി 1972 ബയോളജിക്കൽ ടോക്സിൻ വെപ്പൺ യൂസ് ചെയ്ത് അത് പ്രൊഹിബിറ്റ് ചെയ്തതാണ്. പക്ഷെ ഒന്നും കൂടെ അത് ഈ എന്താ പറയണ്ട കുറെ പ്രോബ്ലംസ് ഇപ്പൊ നമുക്ക് 2019 തൊട്ട് ക്രിയേറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് അതൊന്നും കൂടെ ക്രിയേറ്റ് ചെയ്ത് 2024 അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണ്ട, ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ചെയ്ത് വേറൊരു നേഷനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചൂടാ എന്നുള്ളതാണ് ഇപ്പം ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ. ഇനി ഇതിന്റെ രണ്ടിന്റെയും ബേസ് നമ്മൾ പഠിച്ചു. ബയോളജിക്കൽ വാർ വെപ്പൺ എന്താണെന്ന് പഠിച്ചു, ന്യൂക്ലിയർ വാംസ് റേസ് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിന്റെ ബേസിസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് രണ്ടും വന്നിട്ട് ഒരു നേഷനെ വേറൊരു നേഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആണ്. ഇതൊരു റിസർച്ച് ആണ്. ഇത് പാത്തജൻസിനെ അതായത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാനും ഇതിന് പറ്റും ബയോളജിക്കൽ വെപ്പൺ യൂസ് ചെയ്തിട്ട്. അറ്റ് ദ സെയിം ടൈം ന്യൂക്ലിയർ ആംസ് റേസ് കംപ്ലീറ്റ് ആയിട്ടും ഒരു നേഷന്റെ മേലില് വേറൊരു നേഷൻ വന്നിട്ട് അറ്റാക്കിംഗ് മോഡാണ് ന്യൂക്ലിയർ ആംസ് റേസ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ് ഞാൻ എന്റെ കൺക്ലൂഡ് ആണ്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടായിരുന്നിരിക്കും? ഇല്ല. ഓക്കെ, എല്ലാ പോയിന്റ്സും കവർ ചെയ്തു കേട്ടോ. എല്ലാം നല്ലതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിക് അറിയണം, റഫാണ് അല്ലെ, പെട്ടെന്ന് ഗ്രഹിക്കുന്ന ടൈപ്പ് ടോപ്പിക് അല്ല. എന്നിരുന്നപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. വെരി ഗുഡ് പ്രഗതി. നല്ല പ്രസന്റേഷൻ. ഉണ്ടായത് ക്ലാസ് ആയിട്ട് നിൽക്കണായിരുന്നു, അതിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇനി നോട്ടൊന്നും ഇവിടെ ഇല്ല, എനിക്ക് അവൈലബിൾ അല്ല. എനിക്ക് ഉള്ള നോട്ട് വെച്ച് ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം. ഇനിയിപ്പോ എടുക്കാനുള്ളത്
ഞാൻ പറയുന്നത് ഓക്കെ ആണോ? ഡിഫ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ആരാ എടുത്തത്? എടുത്തിട്ടില്ല. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എടുത്തു, റിച്ച് എടുത്തു, ആസിഡ് പ്രസിപ്പിറ്റേഷൻ സഫീദ് എടുത്തു, ഡീഫോറസ്റ്റേഷൻ ആരും എടുത്തിട്ടില്ല കേട്ടോ. ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ എടുത്തിട്ടില്ല. പൊല്യൂഷൻ ഓഫ് എയർ എടുത്തിട്ടുണ്ട്. ആരാണ്? നിഷ സമദ് എടുത്തതാണ്. ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ സംഗീത മുരേ. അപ്പൊ ബാക്കി ടോപ്പിക്സിൽ എടുക്കാനുണ്ട്. ഇവരാരും ഇവിടെ കേറാത്ത എന്താ അത് സമയം എടുക്കും അധികം തീർക്കാൻ. ഇതാണ് ടോപ്പിക്. റിസോഴ്സ് ഡിഫ്ലേഷൻ. ഓക്കെ, ഈ ഡീഫോറസ്റ്റേഷൻ ആരുടെ ടോപ്പിക് ആയിരുന്നു? അറിയില്ല. റിസോഴ്സ് ഡിഫ്ലേഷൻ ഓക്കെ, റെഡിയാണോ സനീഷ? യെസ് മാം. ഒരുപാട് സമയം എടുക്കില്ലല്ലോ? ഇല്ല, കുറച്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. മിസ് നല്ല പേടിയുണ്ട് കേട്ടോ. ഞാൻ പിടിച്ചു തീരും മര്യാദ ഇതില്ലെങ്കിൽ കേട്ടോ. അല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോ ഒക്കെ തെറ്റിപ്പോവുക, അപ്പൊ ഭയങ്കര ഒരു ടെൻഷൻ. എടുക്ക്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എന്റെ ടോപ്പിക് റിസോഴ്സ് ഡിഫ്ലക്ഷൻ ആണ്. Resource deflection refers to the uneven distribution, misuse, over-exploitation, or shift in availability of natural resources from their natural or balanced state due to human activity and natural factors. അതായത് നമ്മുടെ റിസോഴ്സുകളിൽ വരുന്ന അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, മിസ്യൂസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അതുകൊണ്ടൊക്കെ വരുന്ന ചേഞ്ചസിനെയാണ്, അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റ് ചേഞ്ചസിനെയാണ് നമ്മൾ റിസോഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. ഇതിൽ വരുന്ന കാരണങ്ങളാണ് ഓവർ യൂസ്, എക്സസീവ് എക്സ്ട്രാക്ഷൻ, അൺഈക്വൽ ആയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, പോപ്പുലേഷൻ പ്രഷർ, അതുപോലെ ടെക്നോളജിക്കൽ ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, പുവർ ആയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഓവർ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് റിസോഴ്സസ് ഒക്കെ ഓവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അളവിൽ മാറ്റങ്ങൾ വരും. അതായത് കുറയാം. ഇപ്പൊ നേരത്തെ ഫ്യൂവലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അപ്പൊ നമ്മൾ ആ ഫ്യൂവൽ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിന്റെ അവൈലബിലിറ്റി കുറയാണ്. അത് പിന്നെ ഉണ്ടായിട്ട് വരാനും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ റിസോഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമല്ലോ, കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ വൻകരയിൽ, അതായത് ഏഷ്യയിലും അതുപോലെ ഓസ്ട്രേലിയയിലും ഒക്കെ ഒരുപോലെയുള്ള ജീവികളെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ ഭൂഖണ്ഡം വിഘടിച്ച് പോകുമ്പോൾ ചില സ്പീഷീസ് അവിടെ പെടുന്നുണ്ട്, ചില സ്പീഷീസ് നമ്മളിൽ പെടുന്നത്. അങ്ങനെ വരുന്നോണ്ടാണ് ഇങ്ങനെ. അത് നാച്ചുറൽ ഫാക്ടർ ആയിട്ട് വരുന്ന റിസോഴ്സ് ഡിഫ്ലക്ഷൻ ആണ്. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രീസ് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ഒക്കെ ആവശ്യങ്ങൾ കൂടുമല്ലോ. അപ്പൊ അതായത് റിസോഴ്സുകളുടെ ആവശ്യങ്ങൾ കൂടും. അപ്പൊ അതുകൊണ്ടൊക്കെ ഇതിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ പോപ്പുലേഷൻ പ്രഷർ, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്തായാലും റിസോഴ്സുകൾ, ഇപ്പൊ വാട്ടർ ആയാലും എല്ലാ റിസോഴ്സസുകളായാലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ ഈ റിസോഴ്സ് ഡിഫ്ലക്ഷന് കാരണമാവുന്നുണ്ട്. പിന്നെ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഒരു കാരണമാവാറുണ്ട്. ഇതിന്റെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് സ്കാർസിറ്റി ഇൻ സം ഏരിയാസ്, അതുപോലെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, എക്കണോമിക് ഇംബാലൻസ്, ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് ഓർ ഇമ്പോർട്ട്സ്. അതെ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റിസോഴ്സസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് അതിന്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു സ്കാർസിറ്റിക്ക് കാരണമാവും. അതുപോലെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, ഇപ്പൊ നമ്മൾ മരം മുറിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ ആ ഡീഫോറസ്റ്റേഷന് കാരണമാണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് തന്നെ നമ്മൾ നശിപ്പിക്കുകയാണ്. അതുപോലെ എക്കണോമിക് ഇംബാലൻസ്, നമ്മള് ഇപ്പൊ ഫ്യൂവലിന്റെ ഒക്കെ റേറ്റ് കൂടുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഈ ഇക്കണോമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മള് ഡിപ്പെൻഡൻസ്, നമ്മളുടെ റിസോഴ്സസ് കുറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് കൂടുതലാവും. ഇമ്പോർട്ട്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടിയൊക്കെ വരും. ഷോർട്ടായിട്ട് നമ്മൾ റിസോഴ്സ് ഡിഫ്ലക്ഷൻ പറയുകയാണെങ്കിൽ അൺഈവൻ യൂസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കോസ്ഡ് ബൈ ഓവർ. പിന്നെ ഇതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-8 ഫാക്ടേഴ്സ് ഉണ്ട്.
മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സസ്റ്റൈനബിൾ ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മരങ്ങൾ മുറിക്കുമ്പോൾ ഒരു കൺട്രോൾഡ് വേയിൽ നമ്മൾ മുറിക്കുകയാണെങ്കിൽ അത് ഡീഫോറസ്റ്റേഷന് കാരണമാവില്ല. അപ്പൊ അത് നമ്മളൊരു സസ്റ്റൈനബിൾ, അതായത് മറ്റുള്ളവർക്ക് ഭാവി വരുന്ന തലമുറയ്ക്കും കൂടി വേണ്ടി കരുതിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റീയൂസ് റീസൈക്കിൾ, അത് നല്ലൊരു പ്രിൻസിപ്പിൾ ആണ്. റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ആവശ്യ റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ റീയൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോ മെറ്റൽസ് ഒക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിന്റെ മൈനിങ്ങിന്റെ സാധ്യത കുറയ്ക്കുകയാണ്. കൂടുതൽ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൈനിങ്ങിന്റെ നീഡ്സ് നമ്മൾ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് റിസോഴ്സ് കൺസർവേഷൻ. ഇപ്പൊ നമ്മൾ വാട്ടർ മാനേജ്മെന്റ് ഒക്കെ ചെയ്യും, അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമല്ലോ, അതിന്റെ അളവ് കുറയ്ക്കുന്നത്. ഇതൊക്കെയാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് കൺസർവേഷന് വരുന്നത്. പിന്നെ സ്ട്രോങ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. ഗവൺമെന്റ് ഒരുപാട് ലോസ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മൈനിങ്ങിനൊക്കെ, ഇല്ലീഗൽ ആയിട്ടുള്ള മൈനിങ്, അതുപോലെ വേട്ടയാടലിനൊക്കെ എതിരായിട്ട് ഒരുപാട് ലോസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റിസോഴ്സ് ഡിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മോണിറ്ററിങ് ആൻഡ് റിസോഴ്സ് ഓഡിറ്റിംഗ്, എങ്ങനെയാണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക, യൂസിങ് GIS, അതുപോലെ സാറ്റലൈറ്റ് മാപ്പിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട്. വിളിച്ചില്ലല്ലോ. അല്ല, മിസ് മുഖം കണ്ടപ്പോ വിളിച്ചില്ല. ഓക്കെ. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതായത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഫോറസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് തന്നെ നാച്ചുറൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാവും. അപ്പൊ അതുപോലെ വലിയ വലിയ ആൾക്കാരടക്കം ഇതുപോലെ നാച്ചുറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംഘടനകൾ രൂപീകരിക്കുക, അങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നതും ഇതിനൊക്കെ കുറയ്ക്കാൻ കാരണമാക്കും. അതുപോലെ ഷിഫ്റ്റ് ടു റിന്യൂവബിൾ ആൾട്ടർനേറ്റീവ്സ്, അതായത് നമ്മളിപ്പം സോളാർ എനർജി ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സോളാർ പാനൽസ് ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന സാധനങ്ങളാണ്, റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അത് കൂടുതൽ യൂസ് ചെയ്യുക, അതായത് നോൺ റിന്യൂവബിളിനെക്കാട്ടി കൂടുതൽ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൂടുതലായിട്ട്. അതുപോലെ റീസ്റ്റോറേഷൻ ആൻഡ് റീപ്ലാനിഷ്മെന്റ്, നമ്മൾ ഡീഫോറസ്റ്റേഷന് പകരം നമ്മൾ റീഫോറസ്റ്റേഷൻ ചെയ്യുക, നമ്മൾ വെച്ച് പിടിപ്പിക്കുക മരങ്ങൾ. അതുപോലെ തന്നെ മണ്ണിനെ സംരക്ഷിക്കുക, അത് മഴ വരുമ്പോൾ മണ്ണൊലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയുന്ന മരങ്ങളെ സംരക്ഷിക്കുക. ഹാബിറ്റാറ്റ് റിസ്റ്റോറേഷൻ, നമ്മളിപ്പം ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത്, നമ്മളിപ്പോ ഒരു സ്പീഷീസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള സ്പീഷീസിന്റെ ഡിഗ്രഡേഷന് കാരണമാവാറുണ്ട്. ഇപ്പൊ ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഒക്കെ വന്നിട്ടുണ്ടാകും. നമ്മള് സാധാരണ കാറ്റ്ഫിഷുകളുടെ എണ്ണം അത് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹാബിറ്റാറ്റിൽ മാറ്റം വരും. അതൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കാം. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ളതിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ വേറൊരു കാര്യത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഷോർട്ടായിട്ട് റിസോഴ്സ് ഡിഫ്ലക്ഷൻ പറയുകയാണെങ്കിൽ, റിസോഴ്സ് ഡിഫ്ലക്ഷൻ കോസ്ഡ് ബൈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഓവർ യൂസ് കാരണം റിസോഴ്സുകളുടെ അവൈലബിലിറ്റിയിൽ നാച്ചുറൽ സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ചിനെയാണ്. കഴിഞ്ഞോ സനീഷ? കഴിഞ്ഞോ? കേൾക്കുന്നില്ല. കഴിഞ്ഞോ സനീഷ? കഴിഞ്ഞോ? കഴിഞ്ഞു തോന്നുന്നു. ഓക്കെ, നല്ല പ്രസന്റേഷൻ ആണ്. നോക്കി വായിക്കരുത് കേട്ടോ, ഞാൻ എല്ലാവരോടും പറയണമെന്ന് വിചാരിക്കുന്നു. നോക്കി വായിച്ചാൽ സ്ട്രെസ് ആവില്ല എന്നല്ല, ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എഫക്ട് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇനിയുള്ള സെമിനാറുകൾ വരുമ്പോ നിങ്ങൾ അത്യാവശ്യം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് അത് നോർമൽ രീതിയിൽ പറയാനായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ചില സെന്റൻസ് ഒക്കെ നമുക്ക് നോക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല, അതിപ്പോ എല്ലാ ടീച്ചേഴ്സും നോക്കും. പക്ഷെ ഫുൾ ആയിട്ട് ഇങ്ങനെ നോക്കരുത്. ഓക്കെ, നന്നായിട്ട് എടുത്തു സനീഷ, നല്ലോണം പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രൈ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാം ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷെ നല്ല പേടി വരിക. മുന്നേയും ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ കൈയും കാലൊക്കെ വരയ്ക്കുക. അതാണ് ഇരുന്നത്.
അതുകൊണ്ടാണ് ഇരുന്നത് സനിഷ. അല്ലല്ല, അത് ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ടിരുന്നു. ഓക്കെ, സനിഷ പ്രാക്ടിക്കൽ വന്നിരുന്നോ? ഇല്ല, പ്രാക്ടിക്കലിന് വന്നില്ല. മോള് ചെറിയ കുട്ടി. ഓക്കെ, ശരി, വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജനറ്റിക് വേരിയബിലിറ്റി, ഓഷൻ റിസോഴ്സസ്, നോൺ റിന്യൂവബിൾസ്, ഇത്രയും ടോപ്പിക്, കോൺകറിംഗ് ഓഫ് ഔട്ടർ സ്പേസും ഡിഫോറസ്റ്റേഷൻ, ഇത്രയും ടോപ്പിക് എടുക്കാനുണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ തന്നെ എടുത്ത് തീർക്കണം കേട്ടോ. ആരാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയണേ ഗ്രൂപ്പില്. ഓക്കെ, നമുക്ക് ബാക്കി 2 പോർഷൻസ് എടുക്കാനുണ്ട്. അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് ആണ്. ശരി, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മാം സൈൻ ഓഫ് ഉണ്ട് മാം. സൈൻ ഓഫ്. ये रातें ये मौसम नदी का किनारा ये चंचल हवा, ये रातें ये मौसम नदी का किनारा ये चंचल हवा, ये हम दो दिलों ने ये मिलकर कहीं हाँ होंगे जुदा, ये रातें ये मौसम नदी का किनारा ये चंचल हवा, कि हम दो दिलों ने ये मिलकर कहीं हाँ होंगे ये जुदा, ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागिनी में, ये क्या बात है कि आज की चांदनी में हम खो गए प्यार की रागिनी में, ये आहें भरा है कि हम तो मिला है होंगे ये होंगे जुदा. Thank you, ma'am. Thank you, friends. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. ഉച്ചയ്ക്ക് PG ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക്? ഉണ്ട് മാം. 30 തൊട്ടാണ്. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? എന്താ മാം? PG എത്ര പേരുണ്ട് ചോദിച്ചത്? നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു 10 to 15 നമ്പറിന്റെ അകത്തും 10 നമ്പറിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you, ma'am.